മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ വയനാട് തുരങ്കപാത പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചു. ദുരന്തത്തിൽ 2 തരത്തിലുള്ള അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ചു. അപകട സാധ്യത പരിശോധിച്ച് മാത്രമേ നിർമ്മാണ പ്രവർത്തനം തുടരൂ എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടും മണ്ണ് നീക്കാത്ത കരാറുകാർക്കെതിരെ നടപടിയെടുക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ നടത്തുകയാണെന്ന് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വിമർശനം. മണ്ണിടിച്ചിൽ ദുരിതമുണ്ടായ സാഹചര്യത്തിൽ വയനാട് തുരങ്കപാത നിർമ്മാണം നിർത്തിവെച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. അപകട സാധ്യത പരിശോധിച്ച ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനം തുടരൂ. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ആ പണി ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്. തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്നടക്കം അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുരങ്കപാത പദ്ധതിക്ക് പാരിസ്ഥിതിക ആഘാത പഠനം ഗൗരവമായി നടത്തിയിട്ടില്ലെന്ന വിമർശനം മുഖ്യമന്ത്രി ആവർത്തിച്ചു. ഒറ്റ കാര്യം പറഞ്ഞു, അതുപോലത്തെ സെൻസിറ്റീവായൊരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. അതേസമയം സർക്കാർ സമീപനത്തിനെതിരെ വിമർശനവുമായി മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. മണ്ണ് മാറ്റാത്ത കരാറുകാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയും. പാരിസ്ഥിതിക അനുമതി സമ്മർദ്ദം ചെലുത്തി നേടിയെന്ന വിമർശനത്തിനും റിയാസ് മറുപടി നൽകി. മാറ്റാൻ വേണ്ടി പറഞ്ഞ് ജൂൺ 25 വീണ്ടും പറഞ്ഞിട്ടും മാറ്റിയിട്ടില്ലെങ്കിൽ DMA പ്രകാരം അതിന്റെ ഭാഗമായി നിലപാട് സ്വീകരിക്കാം, കർക്കശ നിലപാട് സ്വീകരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ പക്വമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരണം. പരസ്പരം പഴിചാരാതെ കൂട്ടുത്തരവാദിത്തോടെ മന്ത്രിമാർ പോകണമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. മീഡിയ 1 വയനാട്.